നല്ല മനുഷ്യരില്ലേ, അവരെപ്പോഴും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആർക്കും യാതൊരുവിധ തിന്മയും പ്രവർത്തിക്കാതെയാണ് ജീവിക്കാറ്. പക്ഷെ ഈ ദുഷ്ടന്മാരൊക്കെ ഇല്ലേ, എപ്പോ നോക്കിയാലും മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ശല്യപ്പെടുത്തിയ ഈ പാമ്പിന് കാക്ക നൽകിയ ശിക്ഷ എന്താണെന്ന് അറിയണ്ടേ? കാക്കയും പാമ്പും. ഒരിടതൂർന്ന കാട്ടിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിൽ ധാരാളം പറവകൾ കൂടുകൂട്ടി താമസിച്ചിരുന്നു. അതുവഴി പോയ ഒരു പാമ്പ് ആ മരത്തിലേക്ക് നോക്കി നിന്നു. ഈ മരം എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടെ താമസമുറപ്പിച്ചു. ഒരു ദിവസം കൂട്ടിൽ ധാരാളം മുട്ടകൾ കണ്ട പാമ്പ്, ഞാൻ വളരെ ഭാഗ്യശാലിയാണ്, എനിക്കിനി ഇര തേടി അലയേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ് മുട്ടകൾ ഓരോന്നോരോന്നായി വിഴുങ്ങി. അന്ന് വൈകുന്നേരം കൂടണഞ്ഞ പറവകൾ കൂടൊഴിഞ്ഞിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ആ പാമ്പായിരിക്കും നമ്മുടെ മുട്ടകളൊക്കെ തിന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും? പറവകൾ ഒത്തുചേർന്ന് ഒരു പദ്ധതി രൂപീകരിച്ചു. രാജ്ഞി ദിവസവും നീരാടാൻ എത്തുന്ന പൊയ്കയിലെത്തി അവർ അഴിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണം കൊത്തിയെടുത്ത് പറന്നുപോയ ഒരു കാക്ക സ്വർണ്ണാഭരണം കൂട്ടിനകത്ത് വെച്ചിട്ട് പോയി. കാക്കയെ പിന്തുടർന്നു വന്ന ഭടന്മാർ ആഭരണത്തിനടുത്ത് പാമ്പിരിക്കുന്നത് കണ്ടു. പാമ്പിനെ കൊന്നിട്ട് സ്വർണ്ണാഭരണം എടുത്തുകൊണ്ടുപോയി. അന്നു മുതൽ മുട്ടകൾ സുരക്ഷിതമായി തീർന്നു. പറവകളും ആഹ്ലാദത്തോടെ ജീവിച്ചു. ഏതു കുളത്തിലാണ് രാജ്ഞി ദിവസവും കുളിച്ചിരുന്നത്? അരമനയ്ക്കുള്ളിൽ, കാടിന് സമീപമുള്ള കുളത്തിൽ, അമ്പലക്കുളത്തിൽ. കാടിന് സമീപമുള്ള കുളത്തിൽ. ശരിയുത്തരമാണല്ലോ.